ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും 3 പോയിന്റുകളാണ്. ഒന്ന്, ലാറ്ററൽ സ്ട്രെയിൻ എന്താണ്, പിന്നെ പോയ്സൺസ് റേഷ്യോ ദാറ്റ് ഇസ് മ്യൂ അല്ലെങ്കിൽ 1/m, ആൻഡ് വോളിയോമെട്രിക് സ്ട്രെയിൻ ഡ്യൂ ടു 3 dimensional stresses ആൻഡ് ഹൗ ദേ ആർ ഓർ ദേ ക്യാൻ ബി റിലേറ്റഡ്. ആദ്യം തന്നെ ലാറ്ററൽ സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഒരു മെറ്റീരിയൽ when it is subjected to, നമുക്കൊരു റോഡ് എടുക്കാം, ഒരു റെക്ടാങ്കുലർ പീസ്. when a force is acting here, there will be a stress acting in that direction. ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഒരു സ്ട്രെസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടോ. ഇനി നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഡയറക്ഷനെ നമുക്ക് XYZ ലേക്ക് കൊണ്ടുവരാം. ആദ്യം ദിസ് ഈസ് X ഡയറക്ഷൻ, ദിസ് ഈസ് Y ഡയറക്ഷൻ ആൻഡ് ദിസ് ഈസ് Z ഡയറക്ഷൻ. അപ്പൊ അതിന്റെ -y, -z ആൻഡ് -x ഇങ്ങോട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു X ഡയറക്ഷനിൽ ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു അവിടെ? സപ്പോസ് ദാറ്റ് ഈസ് ദ സിഗ്മ X ഇസ് ദ സ്ട്രെസ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ. X ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ട്, അപ്പൊ സിഗ്മ X ആ ഡയറക്ഷനിൽ ഉണ്ടാവും, കാരണം ഇവിടെയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ. ആ രീതിയിലൊരു സ്ട്രെസ് വന്നു. അപ്പൊ ഇത് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിനൊരു ഇലോങ്ങേഷൻ സംഭവിക്കും. അപ്പൊ ആദ്യം ഇങ്ങനെയായിരുന്നു മെറ്റീരിയൽ എങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അത് നീളം കൂടാൻ സാധ്യതയുണ്ട്, അല്ലെ? നീളം കൂടുന്ന സമയത്ത് അതിന്റെ മറ്റ് ഡയമെൻഷനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഈ ഒരു വീതി അല്ലെങ്കിൽ തിക്നെസ് എന്ത് സംഭവിക്കുന്നു? അതൊന്ന് കുറയാൻ സാധ്യതയില്ലേ? അപ്പോൾ ഈ രീതിയിലേക്ക് അതിന്റെ ഈ മറ്റ് ഡയമെൻഷൻ കുറയാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ തിക്നെസ്സും കുറയും, വിഡ്ത്തും കുറയും. ലെങ്ത് കൂടുന്ന സമയത്ത് വിഡ്ത്തും കുറയും, അതിന്റെ തിക്നെസ്സും കുറയും, അല്ലേ? അപ്പൊ ഇവിടെ ഡെൽറ്റ എൽ പോസിറ്റീവ് ഉണ്ടാവും, അതേ സമയത്ത് ഡെൽറ്റ ബി നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡെൽറ്റ ടി ഉണ്ടാവും. ലെങ്ത് കൂടുമ്പോൾ വിഡ്ത്തും തിക്നെസ്സും കുറയും എന്നർത്ഥം, അല്ലേ? ദാറ്റ് മീൻസ് ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ഒരു പോസിറ്റീവ് ഡിഫോർമേഷനും അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നെഗറ്റീവ് ഡിഫോർമേഷനും ഉണ്ടാവും. ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇലോങ്ങേഷൻ ആണെങ്കിൽ ഈ ഡയറക്ഷന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ Y ഡയറക്ഷനിലും Z ഡയറക്ഷനിലും ദർ വിൽ ബി കോൺട്രാക്ഷൻ. ഇത് ഇലോങ്ങേഷൻ ആണെങ്കിൽ, അല്ലെ? അങ്ങനെ ഈ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഡിഫോർമേഷൻ ഉണ്ടാകുമ്പോൾ അവിടെയും സ്ട്രെയിൻ ഉണ്ടാവുമല്ലോ. ഇവിടെ നമുക്ക് സ്ട്രെയിൻ ഉണ്ടാവും, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമുക്കുണ്ടാവും, ഡെൽറ്റ എൽ ബൈ എൽ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ വിൽ ബി ദ ഡെൽറ്റ എൽ ബൈ എൽ. അപ്പൊ ഈ Y ഡയറക്ഷനിലും Z ഡയറക്ഷനിലും കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോൾ അവിടെയും ഉണ്ടാവും ഡെൽറ്റ ബിയും ഡെൽറ്റ ടിയും ഉണ്ട്. അപ്പൊ ഈ ഡയറക്ഷനിൽ നമുക്ക് ഈ Y ഉണ്ടാവും, ദാറ്റ് വിൽ ബി മൈനസ് ഡെൽറ്റ ബി ബൈ ബി, ആൻഡ് ഈ ഡയറക്ഷനിൽ ദർ വിൽ ബി Ez equal to minus delta t by t, കാരണം തിക്നെസ് ആണ് ആ ഡയറക്ഷൻ ഉള്ളത്. ദാറ്റ് മീൻസ് എവിടെയൊക്കെ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. സോ ദിസ് സ്ട്രെയിൻ വിച്ച് ഇസ് ഓപ്പോസിറ്റ് ഇൻ നാച്ചർ, ദാറ്റ് ഈസ് ഓക്കറിംഗ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഫോഴ്സ് ആക്ടിങ് is known as the lateral strain. ഏത് ഡയറക്ഷനിലാണോ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ദ ലാറ്ററൽ സ്ട്രെയിൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്താം. എഴുതിക്കോളൂ. ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ദ സ്ട്രെയിൻ, lateral strain is the strain acting in the perpendicular direction of the stress. Strain acting in the perpendicular direction of the stress. This lateral strain, next line is this lateral strain will be opposite in nature of the longitudinal strain. This lateral strain will be opposite in nature of the longitudinal strain.
That is, if longitudinal strain is tensile, that is, if longitudinal strain is tensile, the lateral strain will be compressive. The lateral strain will be compressive. So next topic ആണ് Poisson's ratio. നമുക്കറിയാം Ex is the longitudinal strain, that is delta L by L. ഈ വൈയും ഈ സെഡും ഡെൽറ്റ ബി ബൈ ബി അല്ലെങ്കിൽ ഡെൽറ്റ ടി ബൈ ടി, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് രണ്ടും നെഗറ്റീവ് ആയിരിക്കും, നമ്മളിപ്പോൾ കണ്ടു. എനിവേ, ദിസ് റിലേഷൻ ബിറ്റ്വീൻ ലാറ്ററൽ സ്ട്രെയിൻ to longitudinal strain is known as Poisson's ratio, which is denoted as mu or 1 by m. So note the Poisson's ratio is the ratio of lateral strain to the longitudinal strain. Lateral strain to the longitudinal strain. തിരിച്ചു പോരുത്, പലപ്പോഴും തെറ്റിക്കുന്ന ഒരു കേസാണത്. ലോഞ്ചിറ്റ്യൂഡിനൽ ടു ലാറ്ററൽ അല്ല, ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, and is denoted as mu or 1 by m, and is denoted as mu or 1 by m, mu or 1 by m. And value of Poisson's ratio is between 0.25 and 0.33. Value of Poisson's ratio is between 0.25 and 0.33. Okay. Next നമുക്ക് നോക്കേണ്ടത് സ്ട്രെയിൻ ഡ്യൂ ടു യൂണി ആക്സിയൽ സ്ട്രെസ്. ഇപ്പോൾ വോളിയോമെട്രിക് സ്ട്രെയിനിലേക്ക് പോകുന്നതിന് മുന്നത്തെ ഒരു പ്രോസസ്സാണിത്. ഇതെന്താണെന്നുള്ളത് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു റോഡ് subjected to a stress in the x direction, sigma x. അത് മാത്രമേ നമുക്കുള്ളൂ, വേറെ സ്ട്രെസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. This is the z axis, this is the y axis. ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, അറിയാമായിരുന്നു, പുതിയ റിലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് Poisson's ratio പ്രകാരം. Then Ex, that is the strain in the longitudinal direction, Ex is equal to sigma അറിയാം, E അറിയാമെങ്കിൽ strain will be sigma x by E. This will be the longitudinal stress. അങ്ങനെയാണെങ്കിൽ ഈ y ഡയറക്ഷനിലും z ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ, that is Ey and Ez എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഒരു റിലേഷൻ ഉണ്ട്, Ey by Ex എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മ്യൂ അല്ലെങ്കിൽ 1 by m എന്നറിയാം. അങ്ങനെയാണെങ്കിൽ Ey എന്തായിരിക്കും? 1 by m into Ex എന്ന് എഴുതാലോ. വാട്ട് ഈസ് Ex? ഇവിടെ നമുക്കറിയാം. Therefore Ey equal to 1 by m into sigma x by E എന്ന് എഴുതാം. ഇതേപോലെ Ez എഴുതാലോ. ഇങ്ങനെ എഴുതാലോ. സോ യൂണി ഡയറക്ഷൻ, യൂണി ആക്സിസ് സ്ട്രെസ് സിഗ്മ എക്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഉണ്ടാവുന്ന സ്ട്രെയിൻ ഓരോ ഡയറക്ഷനിലും Ex സിഗ്മ എക്സ് ബൈ ഇ ആണ്, Ey 1 by m സിഗ്മ എക്സ് ബൈ ഇ ആണ്, 1 by m Ex ആണ്, Ez 1 by m സിഗ്മ എക്സ് ബൈ ഇ ആണ്. അപ്പൊ മൂന്നെണ്ണം കിട്ടിയല്ലോ. ഓക്കെ, നോട്ട് എഴുതിക്കോളൂ. ഹെഡിങ് സ്ട്രെയിൻ ഡ്യൂ ടു യൂണി ആക്സിയൽ സ്ട്രെസ്. ഡ്രോ ദിസ് ഫിഗർ. അനുസരിച്ച് എഴുതാം. Strain along x-axis. Strain along x-axis. Ex equal to sigma x by E. നമുക്കറിയാം ഇക്വേഷൻ. നെക്സ്റ്റ് ലൈൻ. Poisson's ratio 1 by m equal to Ey by Ex or Ez by Ex. Therefore
ഈ y ഈക്വൽ ടു 1 by m ex, that is equal to 1 by m sigma x by e. That is Ey equal to 1 by m sigma x by e and Ez equal to 1 by m sigma x by e. അപ്പോൾ നമുക്കിതിനകത്തൊരു കാര്യം മനസ്സിലാക്കും. ഇത്ര എഴുതിയല്ലോ അല്ലേ? ഇതിനകത്ത് മനസ്സിലാവുന്നത് ഇ എക്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് എക്സ് ഡയറക്ഷനിൽ മാത്രമല്ല സ്ട്രെയിൻ ഉണ്ടാവുന്നത്, വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് ദിസ് 1 by m sigma x by e, 1 by m sigma x by e. മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആയിരിക്കുമല്ലോ. സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഇവിടെയൊക്കെ നെഗറ്റീവ് ചേർക്കാം. ഇറ്റ് വിൽ ബി -1 by m ex 1 by 1 by sigma x by e. അതായത് ഇത് ടെൻസൽ ആയതുകൊണ്ട് ഇത് രണ്ടും കംപ്രസീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദ ഫൈനൽ വേർഷൻ. That is sigma x by e along the x-axis minus 1 by m sigma x by e along the y-axis minus 1 by m sigma x by e in the z-axis. Okay. Next is heading strain due to biaxial stresses. Strain due to biaxial stress. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് ഡയറക്ഷനിൽ സിഗ്മ എക്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ബൈ ആക്സിൽ ആയതുകൊണ്ട് രണ്ടാമത്തെ ഒരു ഡയറക്ഷനിലും കൂടി സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്, സിഗ്മ വൈ. അതും ടെൻസൈൽ ആണെന്ന് അസ്യൂം ചെയ്യാം. ഒരു അസംഷൻ മാത്രം. അപ്പൊ രണ്ട് ഡയറക്ഷനിൽ ബൈ ആക്സിൽ നമുക്ക് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നോക്കേണ്ടത് ഈ എക്സ് ആക്സിസിൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന സമയത്ത് along the x axis we have sigma x by e. അല്ലേ? ഇനി along the y axis ഈ സിഗ്മ എക്സ് കൊണ്ട് തന്നെ y ആക്സിസിൽ എന്തുണ്ടാവുന്നുണ്ട്? -1 by m സിഗ്മ എക്സ് ബൈ ഇ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഇനി സിഗ്മ വൈ പറ്റി ആലോചിക്കാം. സിഗ്മ വൈ ആക്ട് ചെയ്യുന്നത് വൈ ഡയറക്ഷനിലാണ്. അപ്പൊ വൈ ഡയറക്ഷനിൽ ഒരു സിഗ്മ വൈ ബൈ ഇ ദാറ്റ് ഈസ് സ്ട്രെയിൻ ഉണ്ടാവും വൈ ഡയറക്ഷനിൽ. അപ്പൊ വൈ ഡയറക്ഷനിൽ സിഗ്മ വൈ കൊണ്ട് ഉണ്ടാവുന്ന സ്ട്രെയിൻ വിൽ ബി സിഗ്മ വൈ ബൈ ഇ. അത് ടെൻസൈലാണ്. ഈ സിഗ്മ വൈ ബൈ ഇ ഈ ഡയറക്ഷനിൽ സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ എക്സ് ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും സ്ട്രെയിൻ ഉണ്ടാവുമല്ലോ. സെഡ് ഡയറക്ഷൻ ഉണ്ടാവുന്ന സ്ട്രെയിൻ എന്തായിരിക്കും? എക്സ് ഡയറക്ഷൻ ഉണ്ടാവുന്ന സ്ട്രെയിൻ എന്തായിരിക്കും? -1 by m സിഗ്മ വൈ ബൈ ഇ ഉണ്ടാവും. അപ്പൊ സിഗ്മ എക്സ് കൊണ്ട് എക്സ് ഡയറക്ഷൻ സിഗ്മ എക്സ് ബൈ ഇയും വൈ ഡയറക്ഷനിൽ -1 by m സിഗ്മ എക്സ് ബൈ ഇ ഉണ്ടായി. അതേപോലെ സെഡ് ഡയറക്ഷനിൽ ഉണ്ടാവും. നമുക്കത് നോക്കാം. സെഡ് ഡയറക്ഷനിലും അതേപോലെ -1 by m സിഗ്മ എക്സ് ബൈ ഇ ഉണ്ടാവും. ഇനി വൈ ഡയറക്ഷനിലെ സിഗ്മ വൈ കൊണ്ട് വൈ ഡയറക്ഷനിൽ സിഗ്മ വൈ ബൈ ഇ സ്ട്രെയിൻ ഉണ്ടായി. എക്സ് ഡയറക്ഷനിൽ -1 by m സിഗ്മ വൈ ബൈ ഇ ഉണ്ടായി. അതേപോലെ സെഡ് ഡയറക്ഷനിലും -1 by m സിഗ്മ വൈ ബൈ ഇ ഉണ്ടാവും. അപ്പൊ രണ്ട് വാല്യൂസ് കിട്ടി. ഇങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ? സിഗ്മ എക്സ് ബൈ ഇ -1 by m സിഗ്മ വൈ ബൈ ഇ. അതേപോലെ ടോട്ടൽ സ്ട്രെയിൻ ഇൻ ദ വൈ ഡയറക്ഷൻ -1 by m സിഗ്മ എക്സ് ബൈ ഇ പ്ലസ് സിഗ്മ വൈ ബൈ ഇ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കാര്യം മനസ്സിലാക്കാം. ഏത് ഡയറക്ഷനിലാണോ നമ്മൾ സ്ട്രെയിൻ എടുക്കുന്നത് ആ ഡയറക്ഷനിലെ സ്ട്രെസ് കൊണ്ടുണ്ടാവുന്നത് പോസിറ്റീവും മറ്റേ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ സിഗ്മ വൈ ബൈ ഇ -1 by m സിഗ്മ എക്സ് ബൈ ഇ ഉണ്ടായി. ഇനി ഈ രണ്ട് സ്ട്രെസ് കൊണ്ടും സെഡ് ഡയറക്ഷനിൽ എന്തുണ്ടാവുന്നു? അവിടെ സ്വന്തമായ ഡയറക്ഷനിൽ സ്ട്രെസ് ഒന്നുമില്ല. പക്ഷെ ഈ സിഗ്മ എക്സ് കൊണ്ടും സിഗ്മ വൈ കൊണ്ടും സെഡ് ഡയറക്ഷനിൽ സ്ട്രെയിൻ വന്നു. സോ ദാറ്റ് ഈസ് -1 by m sigma x by e -1 by m sigma y by e. So that is the total strain in the z direction. Clear ആയല്ലോ? ഇപ്പൊ ബൈആക്സിൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഏത് സ്ട്രെസ് ഏത് ഡയറക്ഷനിലാണോ ആക്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ഒരു പോസിറ്റീവ് സ്ട്രെയിനും മറ്റ് രണ്ട് ഡയറക്ഷനിൽ അതിന്റെ ഓപ്പോസിറ്റ് സ്ട്രെയിനും ഈ ഒരു
ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഓപ്പോസിറ്റ് സ്ട്രെയിനും ആക്ട് ചെയ്യുന്നതാണ് എന്നാണ് കാര്യം. ഓക്കെ, നോട്ട് ചെയ്തിക്കോളൂ. ഹെഡിങ് സ്ട്രെയിൻ ഡ്യൂ ടു ബൈആക്സിൽ സ്ട്രെസ്. ഡോസസ് ഫിഗർ മാർക്ക് സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ. എഴുതാം. സ്ട്രെയിൻ ഇൻ ദ എക്സ് ഡയറക്ഷൻ ഡ്യൂ ടു സിഗ്മ എക്സ്. Strain in the x direction due to sigma x equal to sigma x by E. അടുത്ത ലൈൻ. Strain in the x direction due to sigma y. Strain in the x direction due to sigma y equal to minus 1 by m sigma y by E. അടുത്ത ലൈൻ. Strain in the y direction. Strain in the y direction due to sigma x equal to is equal to minus 1 by m sigma x by E. അടുത്ത ലൈൻ. Strain in the y direction due to sigma y equal to sigma y by E. Next, strain in the z direction. Strain in the z direction due to sigma x equal to is equal to minus 1 by m sigma x by E. And strain in the z direction due to sigma y equal to minus 1 by m sigma y by E. ഇത്ര എഴുതിയല്ലോ. അതിന്റെ താഴെ therefore total strain along x direction. Therefore total strain along x direction. Total strain along x direction Ex equal to along x direction Ex equal to sigma x by E minus 1 by m sigma y by E. അടുത്ത ലൈൻ. ടോട്ടൽ സ്ട്രെയിൻ അലോങ് y direction equal to sigma y by E minus 1 by m sigma x by E. അടുത്ത ലൈൻ. ടോട്ടൽ സ്ട്രെയിൻ അലോങ് z direction Ez equal to minus 1 by m sigma x by E minus 1 by m sigma y by E. ഇത്രയായി. ഓക്കെ, നെക്സ്റ്റ് സ്ട്രെയിൻ ഡ്യൂ ടു ട്രൈ ആക്സിയൽ സ്ട്രെസ്. നമുക്ക് ഇപ്പൊ തന്നെ എഴുതാം. സ്ട്രെയിൻ ഡ്യൂ ടു ട്രൈ ആക്സിയൽ സ്ട്രെസ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു ബൈ ആക്സിൽ എങ്ങനെയാ മാറ്റം വന്നതെന്നുള്ളത്. അങ്ങനെയാണ് ട്രൈ ആക്സിലുള്ള മാറ്റം നമുക്ക് ഡയറക്റ്റ് എഴുതിക്കൂടെ? എഴുതിക്കോളൂ. സ്ട്രെയിൻ ഇൻ ദ ടോട്ടൽ സ്ട്രെയിൻ ഇൻ ദ എക്സ് ഡയറക്ഷൻ. Total strain in the x direction Ex equal to total strain in the x direction Ex equal to എന്തൊക്കെ വരും? x ഡയറക്ഷനിൽ മാത്രം പോസിറ്റീവ്, മറ്റ് രണ്ടുകൊണ്ട് ഉണ്ടാവുന്ന നെഗറ്റീവ് ആയിരിക്കും. സോ സിഗ്മ എക്സ് ബൈ ഇ മൈനസ് 1 by m sigma y by E minus 1 by m sigma z by E. Similarly, Ey equal to sigma y by E minus 1 by m sigma z by E minus 1 by m sigma x by E. And Ez equal to sigma z by E minus 1 by m sigma x by E minus 1 by m sigma y by E. അപ്പോൾ ഇതാണ് ഒരു ട്രൈ ആക്സിൽ സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെയിൻ അലോങ് ഡിഫറെന്റ് ആക്സിസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഡയറക്ഷനിൽ വരുന്ന സ്ട്രെസ് കൊണ്ട് എപ്പോഴും പോസിറ്റീവും മറ്റേ രണ്ട് ഡയറക്ഷനിലെ സ്ട്രെസ് കൊണ്ട് ഉണ്ടാവുന്നത് നെഗറ്റീവ് ആയിരിക്കും. മാത്രമല്ല അവിടെ ഒരു 1 by m ടേം ഉണ്ടാവും. ഇത് തറവായിരിക്കാം. സോ ദിസ് 1 by m ഈസ് ദ പോയിസൺസ് റേഷ്യോ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വോളിമെട്രിക് സ്ട്രെയിൻ എന്താണെന്നും അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ബൈ വി എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് അതിന്റെ നൊട്ടേഷൻ ഇ വി ആണ്.
EV is equal to delta V by V. That is a change in volume by original volume ആണ് വോളിയമെട്രിക് സ്ട്രെയിൻ. ഇനി നമ്മളിപ്പോൾ കണ്ട ആ ഒരു ട്രൈആക്സൽ സ്ട്രെസ്സിന്റെ കേസിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു നോക്കാം. ഒരു സ്പെസിമൻ, അത് 3-dimensional സ്പെസിമൻ ആണ്. ആൻഡ് സ്ട്രെസ്സസ് ആർ ആക്ടിങ് അലോങ് x-axis, y-axis, sorry, this is z-axis, and along y-axis. അപ്പോൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഇവിടെ ഈ മെറ്റീരിയൽ ഇനീഷ്യലി ഒരു വോളിയം ഉണ്ടാവും. And that will be equal to L into B into T. Length, breadth into thickness എന്ന് വിചാരിക്കാം. L into B into T ആണ് ഇതിന്റെ ടോട്ടൽ വോളിയം. അപ്പൊ ഈ 3 ഡയറക്ഷനിലും സ്ട്രെസ്സസ് ആക്ട് ചെയ്തു. ട്രൈ ആക്സിസ് സ്ട്രെസ്സസ് 3 ടെൻസൈലാണ് അസ്യൂം ചെയ്യാം. അപ്പൊ ഇവിടെ ചേഞ്ചസ് ഉണ്ടാവും ഡയമെൻഷനിൽ അല്ലെ. സോ that will be the changes as delta L, delta B and delta T. അപ്പോൾ ഒബ്വിയസ്ലി വോളിയം ചേഞ്ച് ആവും. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വോളിയം എന്തായിരിക്കും? അപ്പൊ ഇതാണ് ഓരോ ഡയമെൻഷനിലും ഉണ്ടാവുന്ന ചേഞ്ച് എങ്കിൽ വോളിയം വിൽ ബി ചേഞ്ചിങ് ബൈ ഡെൽറ്റ വി ആയിരിക്കുമല്ലോ. അങ്ങനെയാണ് ഫൈനൽ വോളിയം വിൽ ബി വി പ്ലസ് ഡെൽറ്റ വി. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ് ചേഞ്ച് ഇൻ ലെങ്ത് ഇൻറ്റു ബി പ്ലസ് ഡെൽറ്റ ബി change in width, and T plus delta T is the change in thickness. So this will be the final volume. But delta V എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ആയിരിക്കും ഡെൽറ്റ വി. And that divided by initial volume will be giving the EV or volumetric strain. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ. ഒരു ചെറിയൊരു പോർഷൻ എഴുതിക്കോ. സൈഡിങ് വോളിമെട്രിക് സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ. It is the ratio of change in volume to original volume. It is the ratio of change in volume to original volume. Next സൈഡിങ് volumetric strain due to triaxial stress. എഴുതുക. കൺസിഡർ, നമുക്ക് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. കൺസിഡർ എ സ്പെസിമെൻ ഓഫ് ലെങ്ത് എൽ. കൺസിഡർ എ സ്പെസിമെൻ ഓഫ് ലെങ്ത് എൽ, ബ്രെഡ്ത്ത് ബി ആൻഡ് തിക്നെസ് ടി. ലെങ്ത് എൽ, ബ്രെഡ്ത്ത് ബി, thickness T subjected to triaxial stress as shown in figure. Triaxial stress as shown in figure. താഴെ initial volume equal to V equal to LBT. Initial volume V equal to LBT. Next line. Due to the stresses, the dimensions are changed as delta L, delta B, delta T. Delta L, delta B and delta T. Next line. Therefore the final volume is equal to V plus delta V, that is equal to V plus delta V equal to L plus delta L into B plus delta B into T plus delta T, that is equal to LB
plus L delta B plus B delta L plus delta L delta B that into T plus delta T. That is again is equal to. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഡെൽറ്റ ബി ഡെൽറ്റ ടി എന്നൊക്കെ പറയുന്നത് വളരെ മൈന്യൂട്ടാണ്. അപ്പം അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്കത് ഒഴിവാക്കാം. അത്രയും നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ ഈ ടേമിൻ്റെ അകത്ത് നിന്ന് 2 ഡെൽറ്റ വരുന്ന ഒഴിവാക്കുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് എൽ ബി പ്ലസ് എൽ ഡെൽറ്റ ബി പ്ലസ് ബി ഡെൽറ്റ എൽ ഇൻറ്റു ടി പ്ലസ് ഡെൽറ്റ ടി. അത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എൽ ബി ടി പ്ലസ് എൽ ടി ഡെൽറ്റ ബി പ്ലസ് ബി ടി ഡെൽറ്റ എൽ പ്ലസ് എൽ ബി ഡെൽറ്റ ടി പ്ലസ് എൽ ഡെൽറ്റ ബി ഡെൽറ്റ ടി പ്ലസ് ബി ഡെൽറ്റ എൽ ഡെൽറ്റ ടി. ഇവിടെ നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളത് ഒഴിവാക്കാം. അത് 2 ഡെൽറ്റ വരുന്ന ടേംസ് ഒക്കെ ഒഴിവാക്കാം. അപ്പോൾ ഈ ടേം ഒഴിവായി, ഈ ടേം ഒഴിവായി. പിന്നെ 2 ഡെൽറ്റ വരുന്നതുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനെ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എൽ ബി ടി പ്ലസ് ഫസ്റ്റ് ടേം എൽ ബി ഡെൽറ്റ ടി പ്ലസ് നമുക്ക് റീ അറേഞ്ച് ചെയ്താം. സോ എൽ ബി ടി പ്ലസ് ഡെൽറ്റ എൽ ബി ടി ഈ ടേം പ്ലസ് എൽ ഡെൽറ്റ ബി ടി ഈ ടേം പ്ലസ് ഈ ടേം എൽ ബി ഡെൽറ്റ ടി എന്ന് കിട്ടി. അതിനെ വീണ്ടും റീ അറേഞ്ച് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഫൈനൽ form. So finally we are getting v plus delta v equal to lbt into 1 plus delta l by l plus delta b by b plus etc. പക്ഷെ ഇതാണ് v plus delta v, that is the final volume. നമുക്കറിയാം ഡെൽറ്റ v എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ആണ്. സോ ഫൈനലി വിൽ ബി ഗെറ്റിംഗ്, ഇത് മൈനസ് പോയി കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എൽ ബി ടി ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഡെൽറ്റ ടി ബൈ ടി. പക്ഷേ എൽ ബി ടി എന്ന് പറഞ്ഞാൽ എന്താ? സോ ഡെൽറ്റ വി ഈക്വൽ ടു എൽ ബി ടി ഇസ് ദ ഇനീഷ്യൽ വോളിയം ഡെൽറ്റ വി ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുന്നത് എന്താ? എക്സ് ഡയറക്ഷനിൽ ഉണ്ടാവുന്ന സ്ട്രെയിൻ ആണ് അല്ലേ? ദാറ്റ് ഈസ് ഇ എക്സ്. സോ ദിസ് വിൽ ബി ഇ വൈ പ്ലസ് ഇ സെഡ്. സോ again EV equal to delta V by V. EV ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ we'll be getting EX plus EY plus EZ. So the change in volume അല്ലെങ്കിൽ volumetric strain is equal to sum of individual axial strains. So EV equal to EX plus EY plus EZ. This is the explanation 1. ഇത്രയും മനസ്സിലായാലും ഇത്ര ഏജ് എടുക്കുക. ഇതേപോലെ തന്നെ എഴുതുക, ഇത് തറവായിരിക്കാം. ഇ വി ഈക്വൽ ടു എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇസെഡ്. ഇത് പ്രൂവ് ചെയ്യാൻ വരും. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഇക്വേഷനാണിത്. സിഗ്മ എക്സ്, ഇ എക്സും ഇ വൈ ഇസെഡും ഒരു ട്രയാക്സൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇ എക്സ് ഇ വൈ ഇസെഡിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇ എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ മൈനസ് 1 ബൈ എം സിഗ്മ വൈ ബൈ ഇ മൈനസ് 1 ബൈ എം സിഗ്മ സെഡ് ബൈ ഇ എന്നുള്ളത് അല്ലേ? ഇത് എഴുതുക. അതിന് താഴെ ഇതിൽ നിന്ന് നമുക്ക് ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ് വിൽ ബി സിഗ്മ എക്സ് ബൈ ഇ പ്ലസ് സിഗ്മ വൈ ബൈ ഇ പ്ലസ് സിഗ്മ സെഡ് ബൈ ഇ മൈനസ്, ഇവിടെ ശ്രദ്ധിക്കാം, സിഗ്മ വൈ ബൈ ഇ മൈനസ് 1 ബൈ എം സിഗ്മ വൈ ബൈ ഇവിടെ ഒരിക്കലും വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് സിഗ്മ സെഡും അതുപോലെ 2 പ്രാവശ്യം വന്നു, സിഗ്മ എക്സ് 2 പ്രാവശ്യം വന്നു. സോ മൈനസ് 2 ബൈ എം ഇത് റീ അറേഞ്ച് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് മൈനസ് 2 ബൈ എം സിഗ്മ എക്സ് ബൈ ഇ പ്ലസ് സിഗ്മ വൈ ബൈ ഇ പ്ലസ് സിഗ്മ സെഡ് ബൈ ഇ എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് അഗെയിൻ സിഗ്മ എക്സ് ബൈ ഇ പ്ലസ് സിഗ്മ വൈ ബൈ ഇ പ്ലസ് സിഗ്മ സെഡ് ബൈ ഇ പുറത്തെടുക്കുന്നു. വിൽ ബി ഗെറ്റിംഗ് മൈനസ് 1 ബൈ
minus 2 by m. 1 minus 2 by m എന്നുള്ള ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ദിസ് ടോട്ടൽ സം. ഇത് ക്ലിയർ അല്ലേ? ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ 2. അപ്പൊ ഈ ഇക്വേഷൻ 2ഉം നേരത്തെ ഇക്വേഷൻ 1 ദാറ്റ് ഈസ് ഡെൽറ്റ വി ബൈ വി ഇ വി ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ് എന്നതായിരുന്നു. അപ്പൊ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു ഈ 1 ബൈ ഇ പുറത്തെടുത്താൽ 1 ബൈ ഇ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ഇൻറ്റു 1 മൈനസ് 2 ബൈ എം എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ചേഞ്ച് ഇൻ വോളിയം അല്ലെങ്കിൽ സ്ട്രെയിൻ ഡ്യൂ ടു വോളിയം അല്ലെങ്കിൽ വോളിയോമെട്രിക് സ്ട്രെയിൻ ഇ വി ഈക്വൽ ഡെൽറ്റ വി ബൈ 1 ബൈ ഇ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ഇൻറ്റു 1 മൈനസ് 2 ബൈ എം. അപ്പൊ ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഫൈനലി വേണ്ടത്. സോ ഫൈനലി നമുക്ക് രണ്ട് ഇക്വേഷൻ ആണ് ഇ വിക്കുള്ളത്. ദാറ്റ് ഈസ് ദ വോളിയോമെട്രിക് സ്ട്രെയിൻ. ഫസ്റ്റ് വൺ ഈസ് സം ഓഫ് ഇൻഡിവിജ്വൽ ആക്സിയൽ സ്ട്രെയിൻ ഇ വി ഈക്വൽ ടു ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ്. രണ്ടാമത്തെ കണ്ടീഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഇ ഓഫ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ഇൻറ്റു 1 മൈനസ് 2 ബൈ എം എന്ന ഇക്വേഷൻ. സോ ദീസ് ആർ ദ ടു എക്സ്പ്രഷൻസ് ഫോർ ദ വോളിയോമെട്രിക് സ്ട്രെയിൻ. ഇനി ഒരു കാര്യം കൂടി, ഈ ഒരു ജനറൽ ഇക്വേഷൻ നിന്നും 1 ബൈ ഇ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ സിഗ്മ സെഡ് ഇൻറ്റു 1 മൈനസ് 2 ബൈ എം എന്നതിൽ നമുക്ക് വോളിയോമെട്രിക് സ്ട്രെയിൻ 3 സ്ട്രെസ് ഉള്ളതാണ്. ഒരു സ്ട്രെസ് മാത്രമേ ഉള്ളെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അതായത് സിഗ്മ എക്സ് മാത്രം ആക്ട് ചെയ്യുന്നുള്ളെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ഇ വി ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2 ബൈ എം എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഇ എക്സ് ആണ്. ഇ എക്സ് ഇൻറ്റു 1 മൈനസ് 2 ബൈ എം എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡയറക്ഷണൽ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ദാറ്റ് ഇ ഇൻറ്റു 1 മൈനസ് 2 ബൈ എം. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഒരു ഡയറക്ഷനിലെ മാത്രം സ്ട്രെയിനേ ഉള്ളുവെങ്കിൽ വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ദാറ്റ് സ്ട്രെയിൻ ഇൻറ്റു 1 മൈനസ് 2 ബൈ എം. ദാറ്റ് ഈസ് ദ ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ഇതൊക്കെ എഴുതി വെക്കണേ, ഇതുപോലെ തന്നെ എഴുതി വെക്കാം. ഇനി 2 ഡയറക്ഷനിലാണ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ സിഗ്മ എക്സും സിഗ്മ വൈയും അവിടെ ഉണ്ടാവും അല്ലേ? സോ ദിസ് വിൽ ബി 1 ബൈ ഇ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ഇൻറ്റു 1 മൈനസ് 2 ബൈ എം. ദാറ്റ് ഈസ് അനദർ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാനുള്ളത്, 3 ഡയറക്ഷനിലും സെയിം സ്ട്രെസ് ആണെങ്കിലും ദാറ്റ് വിൽ ബി സിഗ്മ എക്സ് സിഗ്മ വൈ. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, 3 ഡയറക്ഷനിലും ഉണ്ട്, പക്ഷെ 3 മാഗ്നിറ്റ്യൂഡ് അല്ല, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പെങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ട് ഒരു സിഗ്മ എന്നൊരു വാല്യൂ മാത്രം എടുക്കാം. സോ ഇറ്റ് വിൽ ബി 3 സിഗ്മ ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2 ബൈ എം. So these are the 3 generated equations of this condition. Clear അല്ലേ? നെക്സ്റ്റ് ഇത് നിങ്ങൾ സ്വന്തം ചെയ്യണം, അതിന്റെ ആൻസറിലേക്ക് എത്തണം. ബാക്കി ഡെഫിനേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. ചെറിയ ക്ലൂ മാത്രം ഞാൻ തരാം. ഹെഡിങ് എഴുതിക്കൂ. വോളിയോമെട്രിക് സ്ട്രെയിൻ ഓഫ് എ സർക്കുലർ റോഡ്. വോളിയോമെട്രിക് സ്ട്രെയിൻ ഓഫ് എ സർക്കുലർ റോഡ് സബ്ജക്ട് ടു ട്രൈആക്സിൽ സ്ട്രെസ്. സബ്ജക്ട് ടു ട്രൈആക്സിൽ സ്ട്രെസ്സസ്. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഒരു സർക്കുലർ റോഡാണ്. ഒരു സ്ട്രെസ് എല്ലാ ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ സിഗ്മ എക്സ് ഉണ്ടാവും, നമുക്ക് സിഗ്മ വൈയും സിഗ്മ സെഡും ഒക്കെ ഉണ്ട്. നമുക്കറിയേണ്ടത് ഈ ഡയമെൻഷൻ ചേഞ്ച് എങ്ങനെയൊക്കെ വരുന്നു. ലെങ്ത് ഈസ് ചേഞ്ച് ടു ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ. ഡയമീറ്റർ എന്ത് സംഭവിക്കുന്നു? ഡയമീറ്റർ ചെറുതാവുകയല്ലേ ചെയ്യാം, ഡി മൈനസ് ഡെൽറ്റ ഡി ആയിട്ട് മാറും. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇക്വേഷനിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങളൊന്ന് സ്വന്തം പ്രോസസ് ചെയ്യാം. ആൻഡ് ഫൈനലി വി ഷുഡ് ഗെറ്റ് ഇ വി ഈക്വൽ ടു ഇ എക്സ് മൈനസ് 2 ഇ വൈ എന്ന് കിട്ടണം. ഈ രീതിയിലേക്കൊന്ന് പ്രൂവ് ചെയ്യാം. പ്രൂവ് ദാറ്റ്. ഇത് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്ത് കിട്ടണം. ഷുവറായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു പ്രോസസ്സ്. ആദ്യം ഇനീഷ്യൽ വോള്യത്തിന്റെ ഇക്വേഷൻ എഴുതുക,
ഫൈനൽ വോളിയത്തിന്റെ ഇക്വേഷൻ ഏത്? ഫൈനൽ വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? പൈപ്പിന്റെ ഇനീഷ്യൽ വോളിയം ഈസ് പൈ ബൈ ആർ സ്ക്വയർ പൈ ബൈ 4d സ്ക്വയർ, ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു ലെങ്ത്. ഫൈനൽ വോളിയം എന്ത് വരും? പൈ ബൈ 4 ഇൻറ്റു ഡി സ്ക്വയർ എന്നത് ഡി മൈനസ് ഡെൽറ്റ ഡി സ്ക്വയർ ഇൻറ്റു എൽ പ്ലസ് ഡെൽറ്റ എൽ എന്ന് വരും. ഇതിന് എക്സ്പാൻഡ് ചെയ്യാം, ഫൈനൽ വോളിയം കിട്ടും. സോ ഡെൽറ്റ വി വിൽ ബി ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം, ആൻഡ് ഇ വി വിൽ ബി delta V by V, that is equal to this quantity divided by initial volume. ഇത്രയും ചെയ്ത് നോക്കിയാൽ you should be getting a relation like this, where Ex എന്ന് പറഞ്ഞാൽ that will be delta L by L എന്ന് എടുക്കണം, minus 2 times delta D by D എന്ന് കിട്ടും. Sorry, EV equal to delta L by L minus 2 delta D by D എന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഈ രീതിയിലും ചെയ്ത് നോക്കാം, ആൻഡ് ഫൈനലി ദിസ് ഷുഡ് ബി ദ ആൻസർ. അവിടേക്ക് എത്തുക.